ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ലെച്ചസ് കേക്ക്. അതിനാവശ്യമായിട്ടുള്ള ബേസ് വാനില സ്പോഞ്ചാണ്. ഞാനിവിടെ ഒരു 1/2 കിലോൻ്റെയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ലതുപോലെ 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെക്കണം. ഇനി അതിലേക്ക് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 മുട്ടയാണ്. അതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു ജസ്റ്റ് ഒന്ന് ബീറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് നമ്മളതൊന്ന് ബീറ്റ് ചെയ്യണം. അങ്ങനെ അത് ബീറ്റ് ചെയ്ത് എടുക്കണം 1/2 കപ്പും. ആ മുട്ടയുടെ യെല്ലോ കളറൊക്കെ മാറി വൈറ്റ് കളർ ആവുന്നിടം വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും 1/4 കപ്പ് പാലൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇച്ചിരി 1/4 കപ്പ് പാല്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് അങ്ങനെ മാറി മാറി വേണം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാൻ വെക്കാം. അപ്പം ഞാൻ ഓവനിലൊന്നും അല്ല വെക്കുന്നത്, ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ തടയി കൊടുത്തിട്ട് ഞാൻ ബ്രഷ് വെച്ച് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ എയർ ബബിൾസ് ഒക്കെ പോകാൻ അതിലേക്കൊന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പാൻ അടി വെച്ചിട്ടാണ് ഞാൻ പാത്രം വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വേണം നമ്മൾ പാത്രം വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 30 മിനിറ്റ് വരെ നമുക്കൊന്ന് വെന്ത് കിട്ടും. 30 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടും. ഇനി നമുക്ക് 3 മിൽക്ക് ഉണ്ടാക്കണം. ഈ 3 മിൽക്ക് യൂസ് ചെയ്യുന്നതിനാണ് ലെച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടത് 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക്, 1/2 കപ്പ് ഫ്രഷ് ക്രീം, 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യണം. ഈ ഇവാപ്പറേറ്റഡ് മിൽക്ക് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. വീട്ടിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തെടുത്തത്. അതായത് ഒരു 1/2 കപ്പ് പാലിനെ 1/2 കപ്പായിട്ട് കുറുക്കി എടുത്തതാണ് ഇവാപ്പറേറ്റഡ് മിൽക്ക്. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം ഇതിനകത്ത്. ഇനി നമ്മുടെ 3 മിൽക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ചായിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കുഴിയുള്ള പാത്രത്തിലാകുമ്പം നമ്മൾ ഇതിലിങ്ങനെ മുങ്ങിക്കിടക്കണം. ഈ മിൽക്കിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പം നമ്മൾ ആ മിൽക്ക് മൊത്തം അതിലേക്ക് ഒഴിച്ചു കൊടുത്തേപ്പുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ഓവർനൈറ്റ് വേണമെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം ഇതിലെല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിത് രണ്ടും ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് വിപ്പിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഡ്രീം വിപ്പിൻ്റെ വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. 50 ഗ്രാം പൗഡറായിരുന്നു. അതിലേക്ക് ഒരു 1/2 കപ്പ് പാല് കൂടി യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ബീറ്റ് ചെയ്യാൻ. അത് ഒന്ന് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുറുകി കിട്ടും.
ഇനി അതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ കൂടെ ആഡ് ചെയ്യണം. ഈ ഐസിങ് ഷുഗർ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ 1/2 കപ്പ് പഞ്ചസാരക്കകത്ത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്ത് പൊടിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് കേക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഈ ലെച്ചസിൻ്റെ ഡിസൈനാണിത്. അപ്പം ഇതിന് നോസിൽ വേണമെന്നൊന്നുമില്ല. ഈ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കീറി കൊടുത്താലും ഇതുപോലെ വരും. അപ്പോൾ ഇതുപോലെ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഗാർണിഷിന് വേണ്ടി എടുത്തേക്കുന്നത് പിസ്തായും കാഷ്യും ആണ്. അത് പൊടിച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ചിലർ ഡ്രൈ റോസ് യൂസ് ചെയ്യും. അതിൻ്റെ ആ സ്മെല്ലൊന്നും എല്ലാവർക്കും ഒന്നും പിടിക്കത്തില്ല. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.